ഹായ് എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി പെർമനൻ്റ് വിസ എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. ബാക്കിയുള്ളവർ തട്ടിമാറ്റി പോവുക. അതായത് പെർമനൻ്റ് വിസ എടുക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് വിസ കിട്ടുകയുള്ളൂ. വിസിറ്റ് വിസ പോലെ എളുപ്പത്തിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തഷീറിൻ്റെ ഓഫീസ്, VFSൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണലൊക്കെ ഉള്ള ആളാണെങ്കിൽ സൗദി എഞ്ചിനീയറിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്ന് നമ്മളൊരു ഫോമുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഈ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഫോം കമ്പനിയിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് അത് ഇതിൻ്റെ കൂടെ വെക്കണം. അതുപോലെ ഒരു കമ്പനിയിൽ ഒരു NOC ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അത് ചേംബർ ചെയ്തിട്ട് അതിൻ്റെ ഫോർമാറ്റും വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരില്ലെങ്കിൽ ഇതിൻ്റെ കോപ്പി ഞാൻ ഇതിൻ്റെ അടിയിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ആർക്കൊക്കെയാണ് നമ്മൾ വിസ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും പ്രൊഫഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ മറ്റ് നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സൗദി എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ, അറബിക് ട്രാൻസ്ലേഷൻ വേണം. അത് ട്രാൻസ്ലേഷൻ ഓതോറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോപ്പി വേണം. അതുപോലെ മക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതിൻ്റെ ഒറിജിനൽ വേണം. അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പി വേണം. അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം, അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ വേണം. ഞാൻ ഇതിൻ്റെ അടിയിൽ വീഡിയോയിൽ 1 by 1 ആയിട്ട് കൊടുക്കാം. അതുപോലെ നമ്മളെ പേയ്മെൻറ്റ് സ്ലിപ്പ്, നമ്മൾ 2000 റിയാൽ നമ്മൾ അബ്ഷീറിൽ കയറിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് അടക്കുന്നുണ്ടല്ലോ, അതെവിടെ കയറേണ്ട കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അതുപോലെ സാലറി സർട്ടിഫിക്കറ്റ് വേണം കമ്പനിയിൽ നിന്നുള്ള, അതുപോലെ കമ്പനിയുടെ CR കോപ്പി വേണം കേട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താലുള്ളൂ നിങ്ങൾക്ക് നമ്മളെ മഞ്ഞ പേപ്പറായിട്ടുള്ള വിസ ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് കിട്ടുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ വേണം എന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതല്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. നാട്ടിൽ നമ്മൾ തഷീറിൻ്റെ ഓഫീസിൽ നമ്മൾ VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് പോകുമ്പോൾ ഏകദേശം നമുക്കൊരു വിസയ്ക്കൊരു 4000-ൻ്റെ മുകളിൽ 5000 രൂപയോളൊക്കെ വരുന്നുണ്ട്, 5000-6000 ഒക്കെ വരുന്നുണ്ട്. നമ്മളത് നാട്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലസ് അറബിക് ട്രാൻസ്ലേഷൻ നമ്മളത് കയ്യിൽ മസ്റ്റായിട്ട് വേണം കേട്ടോ. ഏതിനാന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളടുത്ത് വേണ്ടത് വിസ കോപ്പിയാണ് കേട്ടോ. നമുക്ക് ആ മഞ്ഞ പേപ്പർ കിട്ടിയിട്ടുണ്ടാവില്ല ഇവിടുന്ന്, അത് വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളെ സ്പോൺസറുടെ ഇക്കാമിൻ്റെ കോപ്പി വേണം. അതുപോലെ സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. അപ്പോൾ നമുക്ക് ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ, ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ്റെ കൂടെയും ഓരോ കോപ്പി പാസ്പോർട്ടും ഇക്കാമിൻ്റെ കോപ്പി വെക്കണം കേട്ടോ. അതുപോലെ നമ്മൾ വൈഫും കുറേ കുട്ടികളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെ കൂടെ വൈഫിൻ്റെ പാസ്പോർട്ട് കോപ്പിയും വെക്കണം. അത് വേറൊന്നും വേണ്ട വെച്ചാൽ മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. എത്ര സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിൻ്റെ പാസ്പോർട്ടിൽ നിങ്ങളെ പേരില്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടെ വേണ്ടി വരും. അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും വേണ്ടി വരും കേട്ടോ. എന്നെങ്കിലുള്ളൂ സ്വീകരിക്കുക. അതല്ലെങ്കിലും സ്വീകരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെങ്കിൽ ഇവിടെ സൗദിയിൽ അപ്ലൈ ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ കൂടെ വെച്ചാലുള്ളൂ അവർ സ്റ്റാമ്പ് ചെയ്ത് തരാം. അതുപോലെ വേണ്ടത് മെഡിക്കലാണ്. ഇപ്പോൾ നമ്മൾ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് മെഡിക്കൽ എടുക്കണം. ഓക്കെ, അപ്പോൾ മെഡിക്കൽ എടുത്തിട്ട് അത് നമ്മൾ മെഡിക്കലിൽ നിന്ന് ഡയറക്റ്റ് അവർ VFSക്ക് അത് സെൻഡ് ചെയ്യും. നമുക്ക് ആ കോപ്പി കാണിച്ചു കൊടുത്താൽ മതി, അവരത് അപ്ഡേറ്റ് ചെയ്തോളും ഓൺലൈനായിട്ട്. പ്ലസ് വേണ്ടത് ചെറിയ കുട്ടികൾ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ പോളിയോ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഏതെങ്കിലും ട്രാവൽസിൽ കൊടുത്ത് അപ്പോസ്റ്റൽ ചെയ്യണം. ഓക്കെ, എംബസി അപ്പോസ്റ്റൽ ചെയ്തിട്ട് അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും കൂടെ വേണം കേട്ടോ. അത് നമ്മുടെ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ പോയ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ സൗദിയിലൊക്കെ വിളിച്ചിട്ടുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല. അപ്പോൾ അതുപോലെ ഡോക്യുമെൻറ്റിൽ പറയുന്നില്ല തഷീറിൻ്റെ, പക്ഷേങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്പോസ്റ്റലിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും കൂടെ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം കേട്ടോ. 2 വെള്ള ബാക്ക്ഗ്രൗണ്ട്. സ്പോൺസർ എന്ന് ഇവിടെ പറഞ്ഞത് ആരാണോ വിസ അപ്ലൈ ചെയ്യുന്നത്
അവരാണ് കേട്ടോ സ്പോൺസർ, അതല്ലാതെ നിങ്ങളെ കഫീലല്ല. രണ്ടാമത് ഓരോ വിസക്കും 2000 ഒക്കെ പൈസ അയക്കണമെന്ന് പലരും കൂടെ പറയും, അടക്കണം എന്നുള്ളത്. അത് വേണ്ട, എല്ലാവർക്കും കൂടെ. ഇപ്പോൾ ഒരു 2 മക്കൾ ഭാര്യയൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് 2000 അടക്കേണ്ടത്. അത് ഒരുമിച്ച് അവരെ പേര് ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് അപ്ലൈ ചെയ്യണം നമ്മൾ അബ്ഷീറിലൂടെ. അപ്പോൾ അതിന് 2000 മാത്രം അടച്ചാൽ മതി, അതല്ലാതെ 6000 അടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പോളിയോ അപ്പോസൽ ചെയ്തിട്ട് മെഡിക്കൽ വേണ്ടവർക്ക് മെഡിക്കൽ എടുത്തതിന് ശേഷം മാത്രം VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കട്ടെ. മെഡിക്കലിന് 1 മന്ത് വാലിഡിറ്റി ഉള്ളൂ ഔദ്യോഗികമായിട്ട്. ചിലപ്പോൾ ഒക്കെ 2 മാസത്തിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേങ്കിൽ ഔദ്യോഗികമായിട്ട് 1 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ കറക്റ്റ് പ്രൊസീജിയർ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് റീപ്ലൈ തരാം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. കൂടുതലായിട്ട് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ വരാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കടാം. ഓക്കെ, ശരി.